ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജിയിലെ ചാപ്റ്റർ 1 ആയ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന പാഠത്തിലെ എക്സ്പ്ലനേഷനും അതിനകത്ത് തന്നിരിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ നോക്കാം. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് ഹാവ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ്. വാട്ട് ആർ ദം? അപ്പം ഈ ചിത്രം നിരീക്ഷിച്ച് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കുട്ടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതെന്തൊക്കെയാണെന്ന് എഴുതാനാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ, എ സ്നെയിൽ വിഡ്രോയിങ് ഇൻ ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. ഇത് രണ്ടും ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം: ബേർഡ്സ് ആർ ഫ്ലൈയിങ് വെൻ മേക്കിംഗ് സൗണ്ട്. അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യാം. കുട്ടികളും മറ്റ് ജീവജാലങ്ങളോടും എന്തിനോടൊക്കെയാണ് പ്രതികരിച്ചത്. അപ്പോൾ ടേസ്റ്റും ടച്ചും അവിടെ തന്നിട്ടുണ്ട്. അടുത്ത രണ്ടിനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് സ്മെല്ല്, സൗണ്ട്, ലൈറ്റ് ഇതൊക്കെ എഴുതാം. The senses that evoke responses in organisms are called stimuli. അപ്പോൾ സ്റ്റിമുലി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലൈറ്റും ടേസ്റ്റും ടച്ചും സ്മെല്ലും ഇതിനോടൊക്കെ ആയിരുന്നു ജീവജാലങ്ങൾ പ്രതികരിച്ചത്, റെസ്പോണ്ട് ചെയ്തത്. അപ്പം ഈ അവരുടെ ഈ പ്രതികരണത്തിന് കാരണമായ പ്രേരകങ്ങളെയാണ് സ്റ്റിമുലി എന്ന് വിളിക്കുന്നത്. ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലി ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള സ്റ്റിമുലി മാത്രമാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലീസ് ഫോംഡ് ഇൻസൈഡ് ദ ബോഡി, ആറിൻ ദേ? വിശപ്പും ദാഹവുമാണ് ശരീരത്തിന് ഉള്ളിലുണ്ടാകുന്ന സ്റ്റിമുലി. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ സച്ച് സ്റ്റിമുലി. ഇങ്ങനത്തെ സ്റ്റിമുലികൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. There are specialized cells in the sense organs and other parts of the body to receive stimuli. സ്റ്റിമുലയെ ശേഖരിക്കാൻ വേണ്ടി സെൻസ് ഓർഗൻസിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സവിശേഷങ്ങളായ സെൽസ് ഉണ്ട്. ദീസ് സെൽസ് ആർ നോൺ ആസ് റെസിപ്റ്റേഴ്സ്. ഈ സെല്ലുകൾ റെസിപ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ റിസീവ് സ്റ്റിമുലി ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. ഈ റെസിപ്റ്റേഴ്സ് സ്റ്റിമുലി സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങളെ രൂപപ്പെടുത്തുന്നു. നോർമലി റെസ്പോൺസ് ഒക്യൂസ് വെൻ ദ ഇമ്പൾസ് ജനറേറ്റഡ് ബൈ ദ റെസിപ്റ്റേഴ്സ് ഓൺ റിസീവിംഗ് ദ സ്റ്റിമുലി റീച്ച് ദ ബ്രെയിൻ. സ്റ്റിമുലിനെ സ്വീകരിച്ച റെസിപ്റ്റേഴ്സ് രൂപപ്പെടുന്ന സന്ദേശങ്ങൾ പൊതുവെ തലച്ചോറിലൂടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദീസ് ആക്ഷൻസ്. ഈ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ നെർവസ് സിസ്റ്റമാണ്. Analyze figure 1.1 and find out the major parts of nervous system. നെർവസ് സിസ്റ്റത്തിൻ്റെ മേജർ പാർട്സ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ന്യൂറോൺ. ന്യൂറോൺ ഓർ നെർവ് സെൽ ഇസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ന്യൂറോൺ അഥവാ നെർവ് സെൽ. Like all other cells, the neuron has cell membrane, cytoplasm and nucleus. മറ്റെല്ലാ സെല്ലുകളെ പോലെ തന്നെ ന്യൂറോണിന് ഒരു സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. അനലൈസ് ഇലിസ്ട്രേഷൻ 1.2 ആൻഡ് ടാബ്ലേറ്റ് ദ മെയിൻ പാർട്സ് ഓഫ് എ ന്യൂറോൺ, ഇറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻ. റൈറ്റ് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഇലിസ്ട്രേഷൻ 1.2 ന്യൂറോണിൻ്റെ മെയിൻ പാർട്സും അതിൻ്റെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്: ഒന്ന് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, ഡെൻഡ്രോണിൻ്റെ ശാഖകൾ, ബ്രാഞ്ചസ്. അപ്പോൾ ഈ സർക്കിൾ ഇട്ട് കാണിക്കുന്നതാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആയ ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പാത്ത് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം കൂടിയാണ് ഈ ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഇത് രണ്ടാണ് ഡെൻഡ്രൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ഡെൻഡ്രോൺ, ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് നീളം കുറഞ്ഞ ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ. അപ്പോൾ ഈ സർക്കിൾ ഇട്ട് കാണിക്കുന്ന ആ ഒരു പാർട്ടാണ് ഡെൻഡ്രോൺ. അപ്പോൾ ഈ ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ നമുക്ക് നോക്കാം. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഈ ഇമ്പൾസസിനെ ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഡെൻഡ്രോൺ ചെയ്യുന്ന ഫങ്ഷൻ. അടുത്തത് ഷ്വാൻവാൾ, എൻസർക്കിൾസ് ദ ആക്സൺ.
ഈ ഷ്വാൻ സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ, ആക്സനെ വലയം ചെയ്യുന്നതാണ്. അടുത്തത് ആക്സൺ, ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഏറ്റവും നീളമുള്ള ഫിലമെൻ്റ് ആണ് ആക്സൺ. ആക്സൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഈ ഇമ്പൾസിനെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് സംവഹിക്കുന്നതാണ് ഈ ആക്സോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പിക്ചറിൽ റൗണ്ട് ഇട്ട് കാണിക്കുന്ന ആ ഒരു ഫിലമെൻ്റെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. അടുത്തത് ആക്സോനൈറ്റ്, ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ഈ ആക്സോനൈറ്റ് എന്ന് പറയുന്നത് ഈ ആക്സോണിൻ്റെ ശാഖകൾ, ബ്രാഞ്ചസ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സൈനാപ്റ്റിക് നോബ്. ഇമ്പൾസിനെ സൈനപ്റ്റിക് നോബിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് ഈ ആക്സോനൈറ്റിൻ്റെ ഫങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ്ങസ്റ്റ് ഫിലമെൻ്റായ ആക്സോണിൻ്റെ എൻഡിൽ കാണുന്ന ആ ഒരു ബ്രാഞ്ചാണ് ആക്സോനൈറ്റ്. അടുത്തത് സൈനപ്റ്റിക് നോബ്, ടിപ്പ് ഓഫ് ആക്സോൺ. ആക്സോനൈറ്റിൻ്റെ ടിപ്പിലുള്ള ഒരു ആ ഭാഗമാണ് സൈനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സീക്രറ്റ്സ് ന്യൂട്രോ ട്രാൻസ്മിറ്റർ, ഇതാണ് സൈനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആക്സോനൈറ്റ് എന്ന് വെച്ചാൽ ആക്സോണിൻ്റെ ആ ഒരു ബ്രാഞ്ചാണ്. അപ്പം ഈ സൈനപ്റ്റിക് നോബ് എന്ന് വെച്ചാൽ ആ ബ്രാഞ്ചസിൻ്റെ ടിപ്പാണ് ഈ സൈനപ്റ്റിക് നോബ്. അപ്പം ഈ 6 ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെല്ല്, ആക്സോൺ, ആക്സോനൈറ്റ്, സൈനപ്റ്റിക് നോബ്, ഇത് 6 ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ്. Axons of most of the neurons are repeatedly encircled by myelin and a membrane containing lipid. This is called myelin sheath. മിക്ക ആക്സോണുകളെയും ഈ ഒരു കൊഴുപ്പടങ്ങിയ മൈലൈൻ വലയം ചെയ്തിരിക്കുന്നു. ദിസ് ഇസ് കോൾഡ് മൈലൈൻ ഷീത്ത്. ഇത് മൈലൈൻ ഷീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അനലൈസ് ഇല്ലസ്ട്രേഷൻ 1.3 ആൻഡ് ഡിസ്ക്രിപ്ഷൻ. Find out the characteristics and significance of myelin sheath and prepare a note on the basis of the indicators given. ഇവിടെ തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ മൈലിൻ ഷീത്തിൻ്റെ സവിശേഷതകളും പ്രാധാന്യവും കണ്ടെത്തി അതിനെക്കുറിച്ച് നോട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നെർവ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. ഒരു കൂട്ടം ആക്സോൺസ് ചേരുന്നതാണ് നെർവ്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ് ഇസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. നെർവ്സിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ സെൽസിലാണ്. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഇസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഫോം ചെയ്തേക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നൊരു സ്പെഷ്യലൈസ്ഡ് സെല്ല് കൊണ്ടാണ്. ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. മൈലിൻ ഷീത്തിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ഷൈനി വൈറ്റ് ആണ് മൈലിൻ ഷീത്തിൻ്റെ കളർ. The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called white matter, and the part where non-myelinated nerve cells are present is called grey matter. ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻറ്റ് നെർവ് സെല്ല് കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററും മൈലിനേറ്റഡ് നെർവ് സെല്ല് ഇല്ലാത്ത ഭാഗം ഗ്രേ മാറ്ററും എന്നാണ് അറിയപ്പെടുന്നത്. The main functions of the myelin sheath is to provide nutrients and oxygen to the axon, accelerate impulses, act as an electric insulator and protect the axon from external shocks. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ്സിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിന് ഓക്സിജനും മറ്റ് പോഷകങ്ങളും നൽകുക. ആക്സിലറേറ്റ് ഇമ്പൾസസ്. ആക്സിലറേറ്റ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ഇമ്പൾസിൻ്റെ വേഗത വർദ്ധിപ്പിക്കാം. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്സ്, ബാഹ്യക്ഷതകളിൽ നിന്ന് സംരക്ഷിതൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി തൊട്ടപ്പുറത്തെ സൈഡിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ന്യൂറോൺസ്. അപ്പോൾ ഈ ഒലിഗോഡെൻഡ്രോസൈഡും ഷ്വാൻ സെൽസും ന്യൂറോൺസിന് പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുന്നു. ആൻഡ് electrodendrocyte constructs myelin sheath by covering the different axons simultaneously or by covering the different parts of the same axon repeatedly. ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് മൈലിനെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ ആണ് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് മൈലിൻ ഷീത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്.
Myelin sheath made up of Schwann cells are seen in the axons in nerves. Schwann cells are നിർമ്മിതമായ ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത് നെർവ്സിലെ ആക്സോൺസിലാണ്. എ ഷ്വാൻ സെൽ എൻസർക്കിൾസ് ദ ആക്സോൺ റിപ്പീറ്റഡ്ലി. ഒരു ഷ്വാൻ സെല്ല് ഈ ആക്സോണിനെ പല തവണ വലയം ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത് നമുക്ക് 3 ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തത് ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. എങ്ങനെയാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഫോം ചെയ്യുന്നത്? Schwann cells, a part of nerve tissues, repeatedly encircle the axon to form the myelin sheath. Myelin sheath in the brain and spinal cord is formed of specialized cells called oligodendrocytes. The myelin sheath has a shiny white color. Schwann cells myelin sheath ഉണ്ടാക്കാൻ വേണ്ടി ഈ ആക്സോണിനെ പല തവണ വലയം ചെയ്യുന്നു. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും ഈ മൈലിൻ ഷീറ്റ് ഫോം ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലായ ഒലിഗോഡെൻഡ്രോസൈറ്റിലൂടെയാണ്. മൈലിൻ ഷീറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഷൈനി വൈറ്റ് കളറാണ്. അടുത്തത് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. The part of the brain and spinal cord where myelinated nerve cells are present in abundance is called white matter, and the part where non-myelinated nerve cells are present is called grey matter. അടുത്തത് ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. The major functions of the myelin sheath are to provide nutrients and oxygen to the axon, accelerate impulses, act as an electric insulator, and protect the axon from external shocks. അടുത്തത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ദ നെർവസ് സിസ്റ്റം മാനേജസ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണവും ഏകോപനവും ഒക്കെ സാധ്യമാകുന്നത് ഈ ഇമ്പൾസസിലൂടെയാണ്. ഹൗ ആർ ദീസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ന്യൂറോൺസ്? ഈ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് സഞ്ചരിക്കുന്നതും രൂപപ്പെടുന്നതും? Analyze the given figure 1.2 ABC on the basis of the description and the indicators and arrive at your own inferences. ഇവിടെ ഈ ഒരു സൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിന്റെ അടിസ്ഥാനത്തിൽ ചിത്രം വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിലെത്താനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഔട്ടർ സർഫേസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഇന്നർ സർഫേസ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ദിസ് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൈൻ അയൺസ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫേസിലുള്ള ന്യൂറോൺ പോസിറ്റീവ്ലി ചാർജും ഇന്നർ സർഫേസിലുള്ള ന്യൂറോൺ നെഗറ്റീവ് ചാർജുമാണ്. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. നമ്മൾ പറഞ്ഞത് ഫിഗർ എയിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഫിഗർ ബി നോക്കാം. When simulated, the distribution of ions in that particular part changes, and hence the inner surface becomes positively charged and the outer surface becomes negatively charged. സിമുലേറ്റ് ചെയ്യുമ്പോൾ, ഉദ്ദീപിക്കപ്പെടുമ്പോൾ അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ സെൽസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ദ മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ്സ് അഡ്ജസൻറ്റ് പാർട്സ് ആൻഡ് സിമുലർ ചേഞ്ചസ് ഒക്യോ ദ ടു. ഈ മൊമെൻ്ററി ചാർജിലൂടെ ഉണ്ടാകുന്ന വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉദ്ദീപിച്ച് സമാന രീതിയിലുള്ള വ്യതിയാനം ഉണ്ടാക്കുന്നു. As this process proceeds, impulses get transmitted as electric charge. ഈ പ്രക്രിയ തുടരുന്നത് വഴി ഇമ്പൾസസ് ഇലക്ട്രിക് ചാർജസ് ആയി പ്രവാഹിക്കുന്നു. നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. ഈ ന്യൂറോൺസിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന മെസ്സേജസ്, സന്ദേശങ്ങളാണ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ ഇതാണ് ഈ 3 ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ചാർജസ് ഓൺ ഏത് സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ ഉത്തരം ദ ഔട്ടർ സർഫേസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ന്യൂട്രോൺ ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഇന്നർ സർഫേസ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അടുത്തത് ചേഞ്ച് ഇൻ ദ ചാർജസ് ഓഫ് അയൺസ് വെൻ സിമുലേറ്റഡ്. അതിൻ്റെ ആൻസർ വെൻ സിമുലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ അയൺസ് in that particular part changes, and hence the inner surface becomes positively charged and the outer surface becomes negatively charged. അടുത്തത് transmission of nerve impulse. Nerve impulses are messages transmitted through the neurons. അപ്പോൾ ഇത്രയാണ് ആ 3 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ്. അടുത്ത ടോപ്പിക്ക് സിനാപ്സ്. Impulses generated in the receptor cells reach the brain. ഈ റെസീപ്റ്റേഴ്സിന് രൂപപ്പെടുന്ന സന്ദേശങ്ങൾ ബ്രെയിനിലെത്തുന്നു.
The brain analyzes it and gives direction for proper response. ഈ ബ്രെയിൻ അതിനെ വിശകലനം ചെയ്ത് അത് ഒരു ഉചിതമായ പ്രതികരണത്തിന് ശരിയായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. To make this possible, the impulses formed in a neuron are to be transmitted to other neurons and associated cells. ഇത് സാധ്യമാക്കാൻ വേണ്ടി ന്യൂറോണിൽ ഫോം ചെയ്ത സന്ദേശങ്ങൾ മറ്റ് ന്യൂറോൺസിലേക്കും മറ്റ് ബന്ധപ്പെട്ട കോശങ്ങളിലേക്കും സെൽസിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. How does this become possible? Analyze illustration 1.4 and 1.5 given below and the description. Prepare a note based on the indicators and your analysis. ഇത് എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ചുവടെ തന്നിരിക്കുന്ന ചിത്രം 1.4ഉം 1.5ഉം നിരീക്ഷിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 1.4 നോക്കാം. Synapse is a function between two neurons or a neuron and a muscle cell or a neuron and a glandular cell. Two neurons or a neuron and a muscle cell or a neuron, രണ്ട് ന്യൂറോണോ അഥവാ ഒരു ന്യൂറോണോ, പിന്നെ ഒരു മസിൽ സെല്ലോ അഥവാ ഒരു ന്യൂറോണോ, പിന്നെ ഒരു ഗ്ലാഡ്ര സെല്ലും തമ്മിലുള്ള ഫങ്ഷനാണ് ഈ സിനാപ്സ്. When electric impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to the synaptic cleft. ആക്സോണിൽ നിന്നും ഇലക്ട്രിക് ഇമ്പൾസസ് സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കൾ ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് സീക്രറ്റ് ആവുന്നു. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോട്രാൻസ്മിറ്റർ. ഈ രാസവസ്തുക്കളിനെ ന്യൂറോട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നു. ദേ സിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ സെൽ കോശത്തെയോ ഉത്തേപ്പിച്ചിട്ട് സിമുലേറ്റ് ചെയ്തിട്ട് പുതിയ ഇലക്ട്രിക് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. അസറ്റൈക്കോളിൻ ആൻഡ് ഡോപ്പമിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോട്രാൻസ്മിറ്റർ. ഈ അസറ്റോക്ലിനും ഡോമബിനുമാണ് ന്യൂറോട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ. സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഈ സിനാപ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പൾസസിൻ്റെ സ്പീഡും ഡയറക്ഷനും ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ സിനാപ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് ഇല്ലസ്ട്രേഷൻ 1.5 നോക്കാം. ഇല്ലസ്ട്രേഷൻ 1.5 3 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നെർവ് സെല്ലിൻ്റെയും ഒന്ന് മസിൽ സെല്ലിൻ്റെയും പിന്നെ ഒന്ന് ഗ്ലാഡ്ര സെല്ലിൻ്റെയും. അപ്പം ഈ 3 സിനാപ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. നെർവ് സെല്ലും മസിൽസും ഗ്ലാഡ്ര സെല്ലുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ്. അടുത്ത കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ട്രക്ചർ ഓഫ് സിനാപ്സ്. അതിൻ്റെ ഉത്തരം സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാഡ്രൽ സെൽ. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്. The impulses formed in neuron are transmitted to other neurons and associated cells. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോട്രാൻസ്മിറ്റർ. അതിൻ്റെ ഉത്തരം they simulate the adjacent dendrite or cell and new electric impulses are generated. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. അതിൻ്റെ ഉത്തരം നെർവ് സെൽ, മസിൽ സെൽ, ഗ്ലാഡ്രൽ സെൽ. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. On the basis of the direction of impulse, neurons can be classified into sensory neurons and motor neurons. ഈ ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂറോൺസിനെ സെൻസറി ന്യൂറോൺസ് എന്നും മോട്ടോ ന്യൂറോൺസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ സെൻസറി ന്യൂറോൺസ് ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്നു. മോട്ടോ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. മോട്ടോ ന്യൂറോൺസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഇമ്പൾസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞത് ഇമ്പൾസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്നു. മോട്ടോ ന്യൂറോൺസ് എന്ന് പറഞ്ഞത് ഇമ്പൾസസിനെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്നും വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്യാരി ചെയ്യുന്നു. അടുത്ത ടോപ്പിക്ക് നെർവ്സ്.
യു നോ ദാറ്റ് നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. നെർവ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആക്സോണോ അഥവാ നെർവ് ഫൈബേഴ്സോ ആണ്. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. അതിനെ നെർവ്സിനെ കവർ ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ഓൺ ദ ബേസിസ് ഓഫ് ദിയർ ഫങ്ഷൻ. നെർവ്സിൻ്റെ അതിൻ്റെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നെർവ്സിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 3 നെർവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ടേബിളിൽ 1.1 കൊടുത്തിട്ടുണ്ട്. നെർവ്സ് ആൻഡ് ദിയർ പെക്യുലാരിറ്റീസ്. സെൻസറി നെർവ്സ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. ആദ്യത്തെ സെൻസറി നെർവ്സ് അത് ഫോം ചെയ്തേക്കുന്നത് സെൻസറി നെർവ് ഫൈബേഴ്സ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ഈ ഇമ്പൾസസിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സ്പൈനൽ കോഡിലേക്കും വെയിനിലേക്കും ക്യാരി ചെയ്യുന്നതാണ് ഈ സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മോട്ടോ നെർവ് ഫോംഡ് ഓഫ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. ഈ മോട്ടോ നെർവ് ഫോം ചെയ്തേക്കുന്ന മോട്ടോ നെർവ് ഫൈബേഴ്സിലായാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ഇമ്പൾസസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് ഈ മോട്ടോ നെർവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മിക്സ്ഡ് നെർവ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. ഈ മിക്സ്ഡ് നെർവ് സെൻസറി നെർവ് ഫൈബേഴ്സിനാൽ മോട്ടോ നെർവ് ഫൈബേഴ്സിനാലും രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ സന്ദേശങ്ങളെ തലച്ചോറിലേക്കും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും അവിടെ നിന്ന് തിരിച്ചും ക്യാരി ചെയ്യുന്നതാണ് ഈ മിക്സ്ഡ് നെർവിൻ്റെ ഫങ്ഷൻ. അപ്പം ഇതാണ് 3 ടൈപ്സ് നെർവ്സ്. സെൻസറി നെർവ്സ് ആദ്യത്തെ, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇമ്പൾസിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും ക്യാരി ചെയ്യുന്നു. അടുത്തത് മോട്ടോ നെർവ്. മോട്ടോ നെർവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ സന്ദേശങ്ങളെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂന്നാമത്തത് മിക്സ്ഡ് നെർവ്. അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഇമ്പൾസ് സന്ദേശം ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും തിരിച്ചും ക്യാരി ചെയ്യുന്നതാണ് ഈ മിക്സ്ഡ് നെർവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 3 ടൈപ്സ് ഓഫ് നെർവ്സ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങളും മറ്റ് അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.